ഇന്ന് 2 ഫോർച്യൂണർ അറിയാൻ പറ്റും. 4 ലക്ഷം ഉറുപ്പ് ഞാൻ ഉണ്ടാക്കിയോ. ആണോ? ആച്ചോടാ 4 ലക്ഷം. എടാ ഷാജാസിനെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ മന്ദബുദ്ധിന്നെങ്കിലും വിളിക്കുക. ഇതാണ് പറയുന്നത്, പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കുറച്ചെങ്കിലും ഇത്തിരി ഒരു സ്വല്പമെങ്കിലും വിദ്യാഭ്യാസം വേണ്ട ഒരു സാധനം തന്നെയാണ്. വിദ്യാഭ്യാസം ഇല്ലാണ്ട് നീ എത്ര പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലും നീ ഒരു പൊട്ടനും മണ്ടനും ഒരു പോത്തും തന്നെയാണ്. നീ ഇപ്പൊ ഈ പറഞ്ഞ വർത്താനത്തിന് നിന്റെ കയ്യിൽ നിന്ന് വണ്ടി മേടിച്ചുകൊണ്ട് പോയ ആ 2 പേര് ആരായി മാന്യമായിട്ടുള്ള ആരെങ്കിലും നിന്റെ അടുത്ത് വന്നിട്ട് വണ്ടി മേടിക്കുക? അത് ഇന്ന് 2 ഫോർച്യൂണർ ഞാൻ വിറ്റു 4 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കിയെന്നാ പറഞ്ഞേ. അതിലെന്താ അത്ര കളിയാക്കാനും ട്രോളാനും മാത്രമുള്ളത്? അത് റിയാക്ട് ചെയ്ത് കണ്ട് ഇയാൾ എന്താ ഉദ്ദേശിക്കണത്? ഒരു ദിവസം കൊണ്ട് 2 വണ്ടിയാണ് വിറ്റുകാണ്ട് 4 ലക്ഷം റുപ്യ ലാഭം ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ അത്രയും സ്കില്ലുള്ള ആളേക്കാർ അയാൾ. അപ്പോൾ ആ സ്കില്ലിനെ ആദ്യം അംഗീകരിക്കണം. സംഭവം ശരിയാണ്, ലാസ്റ്റ് വന്ന കോൺട്രവേഴ്സിയും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള വൃത്തികെട്ടുള്ള ഏർപ്പാട് തന്നെയാണ്. ഇത് ട്രെൻഡിങ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാജഹാനെ ട്രോളുന്ന വീഡിയോകളായിരിക്കും. പക്ഷെ എന്ന് വിചാരിച്ച് ഒരാൾ ഒരു ദിവസം 2 വണ്ടി വിറ്റു അതിമന്ന് 4 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കി. ഈ പറഞ്ഞ റിയാക്ട് ചെയ്ത ചങ്ങായില്ലേ, ഇവൻ മുക്കി കുടൽ പുറത്ത് വന്നാലും ഓനെ കൊണ്ട് ഒരു ദിവസം 4 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാൻ കഴിയില്ല. അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് കച്ചവടത്തിൻ്റെ സ്കില്ലാണ്. അതിനെ അംഗീകരിച്ചു കൊടുക്കുക. ഇതേ ക്വാളിറ്റിയിലും ഇതേ കണ്ടീഷനിലും ഈ വിലക്ക് വണ്ടി വേറെ എവിടെയും കിട്ടില്ലെങ്കിലോ അതാണെങ്കിലോ ഇയാളെ കോൺഫിഡൻസ്. അങ്ങനെയാണ് ഇയാൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ ഞാൻ 4 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കി എന്നുള്ളത്. കസ്റ്റമേഴ്സ് വണ്ടി ആവശ്യമുള്ളവർ പിന്നെയും വരും. അപ്പം മോശം കാര്യങ്ങൾ കണ്ടാൽ മോശം തന്നെ പറയാം, നല്ലത് കണ്ടു കഴിഞ്ഞാൽ അത് നല്ലത് തന്നെ പറയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി.